കാലടി ഗ്രാമപഞ്ചായത്തിലെ നരിപ്പറമ്പ് ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കാലടി ഗ്രാമപഞ്ചായത്തിലെ നരിപ്പറമ്പ് ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായാണ് ശുചീകരണ പ്രവർത്തികൾ ആരംഭിച്ചത്. ഇതിനായി 2 ജീവനക്കാരെ ടൗൺ ശുചീകരണത്തിനായി സ്ഥിരം നിയമിച്ചു. ഇതിന്റെ ഭാഗമായി വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചു. പ്ലാസ്റ്റിക്, ജൈവ മാലിന്യങ്ങൾ, ഖരമാലിന്യങ്ങൾ എന്നിവ വേർതിരിക്കാനുള്ള ബിന്നുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ക്യാമ്പയിനാണ് ഇവിടെ നടത്താൻ പോകുന്നത്. കാലടി പഞ്ചായത്തിന്റെ കീഴിൽ വളരെയധികം സന്തോഷമുണ്ട്. നരിപ്പറമ്പ് ടൗൺ നമ്മൾ കണ്ടത്, നരിപ്പറമ്പ് ടൗൺ എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു കാലടി പഞ്ചായത്തിൽ മുഖച്ഛായ മാറ്റുന്നൊരു ടൗണാണ്. അപ്പോൾ അത് നമുക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ശുചീകരണ പദ്ധതിയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ശുചീകരണത്തിൻ്റെ പരിപാടിയായിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് തുടക്കം കുറിക്കുകയാണ്. തീർച്ചയായിട്ടും മാലിന്യമാണ് നമ്മുടെ ഏറ്റവും നാടിലെ ആപത്ത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരോഗ്യമായാലും രാജ്യത്തിൻ്റെ സമ്പത്തായാലും എല്ലാം ആരോഗ്യമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് മാലിന്യം നമുക്ക് തുടച്ചു മാറ്റി തന്നെ വേണം. അപ്പോൾ അതിന് കാലടി ഗ്രാമപഞ്ചായത്ത് അതിന് ഹരിത ഒരു ടൗണായിട്ട് നമ്മൾ കാണുന്നത് നരിപ്പറമ്പാണ്. അതിൻ്റെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ഉദ്ഘാടനം ചെയ്ത ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബു നിർവഹിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനയ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബൽക്കിസ് കൊരണപ്പറ്റ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ആനന്ദൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ, മെമ്പർമാരായ അബ്ദുൾ റസാഖ്, രജനി സുരേഷ്, സലീന എന്നിവരും മുൻ പഞ്ചായത്ത് മെമ്പർ ബാബു, ദിലീപ് എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. NCV ന്യൂസ്, എടപ്പാൾ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.